ഹലോ ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മളിത് മൂന്നാർ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി കേട്ടോ. മുറിയിൽ നിന്ന് ബാഗും എല്ലാം എടുത്ത് നമ്മൾ എല്ലാവരും റെഡിയായി ഇറങ്ങുവാണ് മുറിയിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മൾ മൂന്നാർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് മൂന്നാറൊക്കെ അടിച്ച് പൊളിച്ച് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും മുറിയിൽ നിന്ന് ഇറങ്ങി ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി നമ്മൾ വണ്ടി കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആഹാരം കഴിക്കാൻ എല്ലാവരും ഇറങ്ങി ആഹാരമൊക്കെ കഴിച്ചു. പിന്നെ ഗായ്സ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാണാനും ഒക്കെ നല്ല പൂവും അത് നല്ല തണുപ്പാണ് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ഈ ഫോണിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കോടയൊന്നും നന്നായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ നല്ല കോടയുണ്ടായിരുന്നു. നമ്മൾ അടിച്ച് പൊളിച്ചു കേട്ടോ ഗൈസ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് ടൂറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിച്ച് എല്ലാവരും കൂടെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോടയൊക്കെ ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കാണാൻ. മൂന്നാറെന്ന് പറയുന്ന സ്ഥലം ഫുള്ള് തേയിലത്തോട്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. നല്ല രസമാണ് തേയിലത്തോട്ടമൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ തേയിലത്തോട്ടത്തിൽ ഇറക്കി ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് ഇറങ്ങി എടുക്കാമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. എല്ലാവരും അതൊന്ന് കാണണേ കേട്ടോ. മാണിക്കച്ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചുപോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും തന്തിരത്താനേ താനാനേ തന്തിരത്താനിന്നാനിന്നാനേ. അങ്ങനെ ഗൈസ് നമ്മൾ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇവിടുന്ന് തേയിലയൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങി തേയിലയൊക്കെ വാങ്ങിച്ചു. പിന്നെ നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം. പിന്നെ നല്ല ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ വേറൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങി അവിടുന്ന് നമ്മൾ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. പിന്നെ ഇവിടുന്നും ഷോപ്പ് ചെയ്യേണ്ടവർക്കെല്ലാം ഷോപ്പ് ചെയ്യായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കുറേ സാധനങ്ങളും അതും ഇതുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് കൂട്ടുകാരോടൊപ്പം ആദ്യമായിട്ട് ടൂർ പോകുന്നത്. നമ്മൾ 8ലും 7ലും ഒക്കെ പഠിക്കുമ്പോഴും നമ്മൾ ടൂർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ടൂറൊന്നും പോയിട്ടില്ലായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ പോയാൽ മതിയെന്ന്. ഗൈസ് 10ാം ക്ലാസ്സുകാർ ഇനി ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഞങ്ങൾ അടിച്ച് പൊളിച്ച് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് 10ാം ക്ലാസ് അല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നടന്നു പോകുമായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ നല്ല കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇഷ്ടം പോലെ കുരങ്ങനുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച് നല്ല ബിരിയാണി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആകുമായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ആ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നടന്നു. വേറൊരു സ്കൂളുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആ സ്കൂളിൽ ടീച്ചറും പിള്ളേരും ഒക്കെ പാട്ടൊക്കെ വെച്ചിട്ട് DJ പാട്ടൊക്കെ വെച്ച് നടന്നു വരുമായിരുന്നു. അങ്ങനെ നമുക്ക് ഇവിടുന്നും ഷോപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് വേറൊരു സ്ഥലത്തെത്തി. അവിടുന്ന് നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്നും കുറേ സാധനമൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഓരോ കടയിലും കയറി നമ്മൾ ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഗെയിമിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇത് അടിപൊളിയായിരുന്നു. എല്ലാവരും കയറുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ പകുതിയും മുക്കാലും വരും ഇതിനകത്ത് കയറി. നമ്മുടെ ടീച്ചേഴ്സൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇത്. ഇതാ ഗൈസ്. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പകുതിയും മുക്കാലും ആൾക്കാർ ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നല്ല മന്തിയായിരുന്നു കേട്ടോ ഗൈസ്. നല്ല അടിപൊളി മന്തിയായിരുന്നു. മന്തിയൊക്കെ കഴിച്ച് നമ്മൾ വണ്ടി കയറി നമ്മൾ വീട്ടിലോട്ട് തിരിക്കുമായിരുന്നു. DJ പരിപാടി അടിപൊളി. Kodiye,